അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അതിമഹത്തരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ മഗ്ഫിറത്തിന്റെ 10 നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. പവിത്രമായ റമദാൻ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന മാസമാണ്. സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന മാസമാണ്. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ മഗ്ഫിറത്ത് മുഖാന്തരം മാത്രമേ സ്വർഗപ്രവേശനം സുസാധ്യമാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ടോ ഒട്ടുമിക്കവാറും സ്ഥലങ്ങളിലും മഗ്ഫിറത്തിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്. വസാരിഉ, നിങ്ങൾ വേഗതയാകുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗതയാകുക, വജന്നത്തിൻ, സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗതയാവുക. വസാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ മുൻകടക്കുക. വജന്ന, സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടക്കുക. വലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ അദീം, അവർക്ക് മഗ്ഫിറത്തുണ്ട്. വ അജ്റുൻ അദീം, മഹത്വമുള്ള പ്രതിഫലമുണ്ട്. മഹത്വമുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. വലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ, അവർക്ക് മഗ്ഫിറത്തുണ്ട്, വണ്ണമായ വലിയ പ്രതിഫലമുണ്ട്. ആ വലിയ പ്രതിഫലം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്. അപ്പൊ മഗ്ഫിറത്തില്ലാതെ സ്വർഗപ്രവേശനമില്ല, മഗ്ഫിറത്തില്ലാതെ നരകത്തിൽ നിന്നുള്ള മോചനമില്ല. അതിനുവേണ്ടി തന്നെ അല്ലാഹു തആല 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിനോട് നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല ജീവിത കാലയളവുകളിൽ സംഭവിച്ചു പോയ സകല അപരാധങ്ങളും പൊരുത്തപ്പെടുവിക്കാൻ, വാക്കുകളിൽ, നോക്കുകളിൽ, കേൾവികളിൽ, കാഴ്ചകളിൽ, ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ ഒക്കെ വന്നുപോക തെറ്റുകുറ്റങ്ങൾ പൊരുത്തപ്പെടുവിക്കാൻ 10 ദിനരാത്രങ്ങൾ അല്ലാഹു തആല നമുക്ക് സമ്മാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ മഗ്ഫിറത്തിന്റെ പ്രാധാന്യതയെ വിളിച്ചറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, കേവലം നമ്മളൊക്കെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ വഖത്ത് നമസ്കാരത്തിന് ശേഷവും ഇമാമ് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദുആ ഇറക്കുമ്പോൾ ആ ദുആക്ക് കൂടെയിരുന്ന് യാന്ത്രികമായി അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ പറയുക എന്നതിലുപരിയായി പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവേ എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ, പടച്ചവനെ എന്റെ വാക്കിൽ സംഭവിച്ചു പോയ, എന്റെ സംസാരങ്ങളിൽ വന്നുപോയ, എന്റെ പ്രവർത്തനങ്ങളിൽ വന്നുപോയ, എന്റെ ചേഷ്ടകളിലും നിശ്ചേഷ്ടകളിലും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ എന്ന് പാതിരാവിന്റെ നിശബ്ദതയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കാൻ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞോ? ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ചെല്ലുമ്പോൾ ഇമാമിന്റെ പുറകെ നിന്നിട്ടെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയാൻ അവസരമുണ്ട്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അതുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളായ ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിപൂർണമാകും നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെടുവിക്കാൻ ഈ റമദാൻ മാസം കൊണ്ട് നമുക്ക് സാധിക്കണം. റമദാൻ കൊണ്ട് പാപങ്ങൾ പൊരുത്തപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലെ? എന്തുകൊണ്ടാ പശ്ചാത്തപിക്കാൻ നമുക്ക് മടി? വന്നുപോയ പാകപ്പിഴവുകൾ പൊറുക്കണേ അല്ലാഹ് എന്ന് കണ്ണീരൊലിപ്പിച്ച് ഖേദത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്താ മടി? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ചിന്താഗതി ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്നുള്ളതാണ്. ഞാനിപ്പോഴൊന്നും മരിക്കൂല അല്ലേ? അങ്ങനെയല്ലേ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. അപ്പൊ പിന്നെന്താണ്? മരിച്ചതിന് ശേഷമാണല്ലോ പരലോകം. അപ്പൊ ഇനി എനിക്ക് ഒരുപാട് ആയുസ് കെടുക്കുന്നുണ്ട്, എനിക്കിനി ഒരുപാട് ദുനിയാവിൽ ജീവിക്കുവാനുള്ള ആയുർദൈർഘ്യമുണ്ട് എന്ന ചിന്തയാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഏത് വീട്ടിൽ നാം ഉപയോഗിക്കുന്ന ഏത് ഉപകരണം എടുത്തു നോക്കിയാലും അതിനൊക്കെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. എന്നാൽ മനുഷ്യന്റെ ആയുസ്സിന് ഗ്യാരണ്ടി ഇല്ല. മനുഷ്യന്റെ ആയുസ്സിന് തീരെ ഗ്യാരണ്ടി ഇല്ല. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ മരിച്ചു പോയേക്കാം,
ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ മരിച്ചു പോയേക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മിലേക്ക് മരണം കടന്നു വരാം. മഗ്ഫിറത്ത് കൂടാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ നഊദു ബില്ലാഹ്, പടച്ചറബ് നമ്മെ കാക്കട്ടെ. ഈ വിനീതന്റെ പിതാവിൻ്റെ കൂടെ ജോലി ചെയ്ത കോഴിക്കോട് സ്വദേശിയായി ഉമർ എന്ന് പറയുന്നൊരു സഹോദരൻ, അദ്ദേഹം ഒരു കല്യാണ വീട്ടിൽ ചെന്നതാണ്. അങ്ങനെ കല്യാണ വീട്ടിൽ ഇങ്ങനെ ആളുകൾ പാട്ട് പാടുന്നുണ്ട്. അപ്പം അദ്ദേഹം ഒരു അവസരം ചോദിച്ചു, ഒരു പാട്ടുപാടാൻ. അദ്ദേഹം ഒരു പാട്ടുപാടി. ഏത് പാട്ടെന്നറിയോ? കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടോരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. മരണത്തെക്കുറിച്ചുള്ള പാട്ട്. തൊട്ടിലാടിയ കുട്ടി പച്ചമണ്ണോട് നീന്ന് ഒട്ടി. ഈ പാട്ടുപാടി അദ്ദേഹം കസേരയിലേക്ക് ഇരുന്നതും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു. ഇതാണ് മരണം. ഏത് സമയത്ത് ഏത് കോലത്തിൽ എങ്ങനെ നമ്മിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് പറയുക അസാധ്യമാണ്. ഒരുപാട് ആയുസ്സിൻ്റെതൊക്കെ ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചാൽ തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആയുസ്സില്ല എന്ന ചിന്തയോടെ അടുത്ത റമദാനിൽ ഞാൻ ഇല്ല, അടുത്ത റമദാൻ ഞാൻ 6 അടി മണ്ണിലായിരിക്കുമെന്ന ചിന്തയോടെ ഈ റമദാനിനെ സമീപിച്ചാൽ മാത്രമാണ് ഈ റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. മഗ്ഫിറത്ത് ചെയ്യാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ടാവുകയുള്ളൂ. നമ്മളൊക്കെ എത്രയോ ആളുകൾ മരിച്ചുപോയി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുൻഗാമികളൊക്കെ ആയിട്ടുണ്ടായിരുന്ന എത്രയോ ആളുകൾ മരിച്ചുപോയി. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്ര ചെയ്തതത്ഭുതമല്ലേ. നമ്മളെക്കാൾ കെങ്കേമന്മാർ, നമ്മളെക്കാൾ മുമ്പ് കടന്നുപോയവർ സ്വത്തും കൊണ്ടും അധികാരം കൊണ്ടും ഒക്കെ ശ്രേഷ്ഠന്മാരായി എത്ര ആളുകൾ മരിച്ചുപോയി. അതുകൊണ്ട് നമ്മളിപ്പോഴൊന്നും മരിക്കൂല എന്നുള്ള ആ ചിന്താഗതി മാറ്റിയാൽ നമുക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് വരും. അള്ളാഹുവിന്റെ മുമ്പിൽ കൈയുയർത്താൻ കരളുരുകി കണ്ടമിടറി അതരം വിതമ്പി പടച്ചവനെ എനിക്ക് നീ പൊറുക്കണേ അല്ലാ. അള്ളാഹുവേ, മഗ്ഫിറത്ത് ലഭിക്കാതെ ഈ മാസം എന്നിൽ നിന്നും കടന്നു പോയാൽ ഈ മാസം എനിക്ക് പ്രതികൂലമാകുമെന്ന് നിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവേ മഗ്ഫിറത്ത് തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ ഒന്നാമത്തെ എന്താണ്? ഞാനിപ്പോ ഒന്നും മരിക്കൂല എന്നുള്ള ചിന്താഗതി മാറ്റണം. രണ്ടാമത്, നമുക്കൊക്കെ മഗ്ഫിറത്ത് തേടാൻ, തൗബ തേടാൻ മടി വരാനുള്ള കാരണം രണ്ടാമത്തെ, നമുക്കൊക്കെ ഏത് തെറ്റിനും ഒരു ന്യായീകരണം ഉണ്ടാവും. ഏത് തെറ്റ് ചെയ്താലും ഒരു ന്യായീകരണം നമുക്ക് പറയാനുണ്ടാവും. പലിശ വാങ്ങരുത്, ലാ തഅകുലു റിബാ അദ്ആഫൻ മുദാഅഫതൻ വത്തഖുല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ നമ്മളോ? എന്നപ്പോ അത് സാർവത്രികമായേക്കാണ്. അതുകൊണ്ട് ഇത് അതില്ലാതെ പറ്റൂല, എല്ലാവരും വാങ്ങാണ്, എല്ലാവരും അതുമായി ബന്ധപ്പെടാണ്, എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്, അതുകൊണ്ട് ഞാനും ബന്ധപ്പെടുന്നു. ന്യായീകരണം. അങ്ങനെ ഓരോ തെറ്റിനും ഓരോ ന്യായീകരണം. MDMA സ്ഥിരമായി ഉപയോഗിക്കുന്ന കുട്ടിയെ കൗൺസിൽ ചെയ്തപ്പോൾ ആ കുട്ടി പറഞ്ഞ എന്താ? അപ്പൊ കുട്ടിയുടെ ന്യായീകരണം എന്തായിരുന്നു? MDMA ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്, പഠനത്തിൽ എനിക്ക് കുറെ കോൺസെൻട്രേഷൻ നല്ല നിലക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ന്യായീകരണം. കൈവിട്ടു പോവാണ് പിള്ളേരൊക്കെ. ഇന്നലെ തന്നെ എന്താണ് 2854 വരെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഓപ്പറേഷൻ ബി ഹണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു പേരിൽ ലഹരിക്കെതിരെ ഇന്ന് വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. അതിൽ 2854ഓളം പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ കളമശ്ശേരിയിൽ വെള്ളിയാഴ്ച രാവിലെ ഒരു ഹോസ്റ്റലിലാണ് വൻ കഞ്ചാവ് വേട്ട. ഒരു ഹോസ്റ്റലിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇടപെട്ടു. അതിൽ കഞ്ചാവ് കേസാന്ന് പറഞ്ഞപ്പോൾ പതുക്കെ അവരും തടി തപ്പി.
ആ പിള്ളേരങ്ങടെ പോകുന്നത്. വാസ്തവത്തിൽ ആ ഹോസ്റ്റല് ചെക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ ബോയ്സിന്റെയും ലേഡീസിന്റെയും ഹോസ്റ്റലുകൾ ഒന്ന് ചെക്കപ്പിന് വിധേയമാക്കിയിരുന്നെങ്കിൽ, ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കിട്ടിയേനെ. ഒരേ സമയം ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എല്ലാം. അപ്പൊ കുറെയൊക്കെ എന്താണ് അങ്ങോട്ട് കിടക്കം മാറ്റിയിട്ടുണ്ടാകും. ഏറെ അദാബിലേക്ക് പോകാണ്, ദുരിതത്തിലേക്ക് പോകാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം കടന്നു പോവുകയാണ്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം വരും. ലിഅൻ യുറബ്ബിയ ഫീഹി റജുലുൻ ജർവൻ ഖൈറൻ മിൻ അൻ യുറബ്ബിയ വലദാ. ആ കാലത്ത് മക്കളെ വളർത്തുന്നതിനേക്കാൾ ഭേദം ഒരു പട്ടിക്കുട്ടിയെ മേടിച്ച് വളർത്തുന്നതായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് നമ്മുടെ നേതാവ് പ്രവചിച്ചുവെങ്കിൽ, പ്രസ്താവിച്ചുവെങ്കിൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്. ഒരു പട്ടീനെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ നമുക്കെന്താണ്, നമ്മുടെ ഒരു ഭക്ഷണം കൊടുത്താൽ ഒരു നേരം ഭക്ഷണം കൊടുത്താൽ വാലാട്ടി കാണിക്കുകയും ചെയ്യും. മക്കളോ ഉറക്കൊഴിയുന്നതും ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നതും അല്ലെ, നാടും വീടും നാട്ടിലെ രസങ്ങളും സുഖങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് വർഷങ്ങളോളം ഗൾഫിൽ പോയി നിൽക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? മക്കൾക്ക് വേണ്ടി. എന്നിട്ട് വല്ല നന്ദിയുണ്ടോ? എല്ലാ നന്ദിയും കാണിക്കണ്ടോ മക്കൾ? അതാ പറഞ്ഞ നബിതങ്ങൾ പറഞ്ഞത്, ഒരു പട്ടിക്കുട്ടി എന്നാ പറഞ്ഞ, പട്ടീനെന്നല്ല പറഞ്ഞ. പട്ടിക്കുട്ടി എന്ന് പറഞ്ഞ വലിയ നമുക്ക് കാവൽ ഏർപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂല. പട്ടിക്കുട്ടി വരിക സുരക്ഷ നമുക്ക് ഏർപ്പെടുത്തുന്ന പ്രതീക്ഷിക്കുമില്ല. പിന്നെ അത് വാലാട്ടി കാണിക്കും. ഒരു പട്ടീനെ മേടിച്ച് വളർത്തുന്നതാ നല്ലത്. ഒരു പട്ടീനെ വീടിന്റെ പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പാതിരാത്രിയും വാലടയ്ക്കാതെ കിടക്കാം. മനുഷ്യന്മാരാരും അങ്ങോട്ട് കയറൂല. കാരണം നല്ല പ്രതിരോധം തീർക്കും ഈ നായ. ആ ജീവി നല്ലൊരു പ്രതിരോധം തീർക്കും. എന്നാ മക്കളോ, ഇന്ന് മക്കളെ പേടിച്ച് വാതിലടച്ചു കിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മാതാപിതാക്കൾക്ക് തീരെ വീടിന്റെ അകത്ത് സുരക്ഷിതത്വം നഷ്ടപ്പെടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ, എന്തിനും ഏതിനും ഒരു ന്യായീകരണം ഉണ്ടാകും. കഞ്ചാവ് ഒരിക്കുന്നോ പറയും കോൺസെൻട്രേഷൻ കിട്ടാനാണ്, MDMA അടിക്കുന്നു പറയും ഉറക്കൊഴിഞ്ഞ് പഠിക്കാനാണ്, ആ പരീക്ഷക്കൊക്കെ നല്ല നിലക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ ന്യായീകരണം ഉണ്ടാകും. ഓരോ തെറ്റിനും അങ്ങനെ തന്നെ. ആ ന്യായീകരണം ഉള്ളിടത്തോളം കാലം, ഒരു തെറ്റ് നമുക്ക് തെറ്റായിട്ട് തോന്നാത്തിടത്തോളം കാലം, ഒരു പാപമായിട്ട് നമുക്ക് തോന്നാത്തിടത്തോളം കാലം നമുക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് വരൂല. മൂന്നാമത് നമ്മളൊക്കെ ഒരു തെറ്റുകുറ്റങ്ങളെ ഏത് കാഴ്ചപ്പാടിലാണ് നാം ഒക്കെ വീക്ഷിക്കുന്നത്? പാപങ്ങളെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? പാപങ്ങളെക്കുറിച്ച് നമ്മുടെ എന്താ നമ്മളൊക്കെ പാപമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുന്നത്? എന്താ തെറ്റായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്? ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, കളവ് പറയുക, വ്യഭിചരിക്കുക, മദ്യപിക്കുക, പലിശ വാങ്ങുക, പലിശ കൊടുക്കുക, അതുമായി ബന്ധപ്പെടുക, ഇതൊക്കെയല്ലേ നമ്മൾ തെറ്റായിട്ട് കണ്ടേക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ചെയ്യാൻ അവസരമുണ്ടായ ഒരു നന്മ ചെയ്യാതെ ഒഴിവാക്കി എന്നതിന്റെ പേരിൽ അതൊരു തെറ്റായിട്ട് എനിക്ക് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ശരിക്കും മനസ്സിലാക്കണം. ചെയ്യാൻ അവസരമുണ്ടായ ഒരു നന്മ അത് ചെയ്യാതിരുന്നിട്ട് ഒരു തെറ്റായിട്ട് എനിക്ക് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? അവസരം ഉണ്ടായി, സാഹചര്യം ഉണ്ടായി, എന്നിട്ടും നമ്മളത് ചെയ്തില്ല. അത് ചെയ്യാതിരുന്നത് ഒരു തെറ്റായിട്ടൊരു പാപമായിട്ട് വരും എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അത് പറഞ്ഞോ? സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ചോ? തഹജ്ജുദിന് മുമ്പ് തഹജ്ജുദിന് ശേഷം ദുആ ആയിരുന്നോ? വിശുദ്ധ ഖുർആൻ ഓതിയോ? അതിനുശേഷം പള്ളിയിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദുആ ചൊല്ലിയോ? പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദുആ ചൊല്ലിയോ? പള്ളിയിലേക്ക് വണ്ടിയിൽ വാഹനത്തിൽ സഞ്ചരിച്ചു വരുമ്പോൾ വാഹനത്തിൽ ചൊല്ലേണ്ട ദുആ ചൊല്ലിയോ? പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത് ഇഅ്തികാഫിന്റെ നിയത്തടക്കം ചൊല്ലിയോ? ഇല്ല. എന്നാൽ ഇതൊക്കെ ഒരു തെറ്റായിട്ട് നമുക്ക് തോന്നിയോ? ഇതൊക്കെ ചെയ്തില്ല, നമുക്ക് അവസരമുണ്ട്, നമുക്കറിയാം, എന്നിട്ട് നമ്മൾ ഉപേക്ഷിച്ചു. എന്നാൽ ഇതൊക്കെ നമുക്കൊരു തെറ്റായിട്ട് തോന്നിയോ? ഇല്ല. എന്നാൽ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന് ഒരു നന്മ ചെയ്യാനുള്ള അവസരമുണ്ടായി. ഒരു നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല, സാഹചര്യം ഉണ്ടായില്ല. ആ നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അതുകൊണ്ട് അവരത് ചെയ്തില്ല. എങ്കിൽ പോലും അവർ വിലപിക്കുമായിരുന്നു. അറിയുമല്ലോ, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു സാഹചര്യവശാൽ, സന്ദർഭവശാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. യുദ്ധത്തിൽ നിന്ന് മാറിയിരുന്നതല്ല, പോകാതെ വീട്ടിൽ കയറി ഒളിച്ചിരുന്നതല്ല, യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിഞ്ഞോടിയല്ല. ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട്
അനുവദിക്കപ്പെട്ട ചില സാഹചര്യങ്ങളും ചില ഉദറുകളും കാരണങ്ങളും ഉള്ളതുകൊണ്ട് പോകാതിരുന്നതാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്തായിരുന്നു? അള്ളാഹുവേ, പടച്ചവനെ, നാളെ പരലോകത്ത് ബദറിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ എന്നെ പടച്ചവൻ ശിക്ഷിക്കുമോ? ബദറിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ അള്ളാഹു തആല എന്നെ ശിക്ഷിക്കുമോ എന്ന മാത്രയിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമാകിട്ടാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു നടന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഉഹുദ് യുദ്ധം കടന്നു വരുന്നത്. ബദറിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന ആ വല്ലാത്ത ദുഃഖഭാരം ബഹുമാനപ്പെട്ടവരെ ഉഹദിന്റെ യുദ്ധഭൂമിയിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചു. ഉഹദിന്റെ യുദ്ധഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. കാരണം എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ ദുഃഖം തെറ്റല്ല, പക്ഷെ അവർക്കൊക്കെ അതൊരു തെറ്റായിട്ട് തോന്നി. സാഹചര്യവശാൽ പങ്കെടുക്കാതിരുന്നാണ്. എന്നിട്ടും പടച്ചോൻ എന്നെ പിടിച്ച് ശിക്ഷിക്കുമോ എന്നുള്ള ആ ഭയം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഉഹദ് യുദ്ധം കഴിഞ്ഞു. 80ഓളം വരുന്ന ജനാസകൾ വെട്ടി തുണ്ടം തുണ്ടമാക്കിയിട്ടിരിക്കുകയാണ്. ബന്ധുജനങ്ങൾ വന്ന്, സ്വഹാബികൾ വന്ന്, അവരവരുടെ കുടുംബാദികളുടെ, പിതാക്കന്മാരുടെ, മക്കളുടെ, സഹോദരന്മാരുടെയൊക്കെ ജനാസകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ജനാസ മാത്രം എങ്ങനെ നോക്കിയിട്ടും ആരുടേതാണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം 2 കൈയില്ല, 2 കാലില്ല, 2 കണ്ണില്ല, 2 ചെവിയില്ല. എന്തിനേറെ പറയണം, വായിലുള്ള പല്ലുകൾ വരെ തല്ലിപ്പൊഴിച്ചിരിക്കുകയാണ്. പല്ലുകൾ വരെ തല്ലിപ്പൊഴിച്ചിരിക്കുകയാണ്. ആർക്കും മനസ്സിലാകുന്നില്ല. സ്വഹാബിമാർ മാറി മാറി നോക്കി. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഇതാരുടെ ജനാസയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബി വനിതകളെ വിളിക്കുക. സ്വഹാബി വനിതകളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബി വനിതകളെ, നിങ്ങളതൊന്ന് പരിശോധിക്കണം. നിങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും ജനാസയാണോ, നിങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും ഭർത്താക്കന്മാരുടെയോ സഹോദരന്മാരുടെയോ ജനാസയാണോ നിങ്ങളൊന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഓരോ സ്വഹാബി വനിതകളും പരിശോധിച്ചു. അവസാനം ഒരു സ്വഹാബി വനിത പറഞ്ഞു, നബിയെ, ഇത് എന്റെ പ്രിയപ്പെട്ടവനായ അനസ് ബിൻ നദർ എന്നവരുടെ ജനാസയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുപോയി. അള്ളാന്റെ റസൂൽ കരഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, നബി തങ്ങൾ ചോദിച്ചു, മോളെ, സഹോദരി, നിനക്ക് എങ്ങനെയാണത് മനസ്സിലായത്? അപ്പോ പറഞ്ഞു, നബിയെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഇന്നലെ രാത്രി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ പ്രിയതമന്റെ വിരലിൽ ഒരു മോതിരം അണിയിച്ചു കൊടുത്തിരുന്നു. ആ മോതിരം അണിഞ്ഞ വിരൽ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം തുണ്ടം തുണ്ടമാക്കി വെട്ടികരിഞ്ഞു നബിയെ. ആ മോതിരത്തിന്റെ തെളിവ് വച്ചിട്ടാണ് എന്റെ ഭർത്താവിന്റെ ജനാസയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് എന്ന് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞുവെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ചെയ്യാൻ അവസരമുണ്ടായൊരു നന്മ അത് ചെയ്യാതെ ഒഴിവാക്കിയാൽ, അത് ചെയ്യാതെ ഉപേക്ഷിച്ചാൽ അതുപോലും ഒരു തിന്മയായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങളുടെ കാഠിന്യവും വലുപ്പവും നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ തിന്മകൾ പരിപൂർണമായി പൊറപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട്. ഒന്നാമത്തെ ഷർത്ത് അൽ ഇഖ്ലാഉ അനിൽ മഅസിയ. പാപമോചനം തേടുമ്പോൾ, തൗബ തേടുമ്പോൾ ഒന്നാമത് പാലിക്കേണ്ട നിബന്ധന പരിപൂർണമായും അതിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കലാണ്. രണ്ടാമത്തത് വന്നതുമു അലൽ ഫിഅൽ. ചെയ്തു പോയ അപരാധത്തിന്റെ മേൽ ഖേദം ഉണ്ടാകണം. ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്ന ഒരു ഖേദമുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അന്നതുമു അത്തൗബ, ഖേദം തന്നെയാണ് തൗബ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് വൽ അസ്മു അലാ അദ്മിൽ ഔദതി ഇല ദംബ്. ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് ഞാൻ മടങ്ങി വരുകയില്ല എന്ന അസ്മ്, ദൃഢനിശ്ചയത്തോടു കൂടിയാകണം നമ്മുടെ തൗബ. അപ്പോഴാണ് ആ തൗബയുടെ ഷർത്തുകൾ പൂർത്തീകരിക്കപ്പെടുക. ഇത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട പാപങ്ങൾക്കാണ്. ഇനി മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിലോ വഇൻകാനത്തിൽ മഅസിയതു ബിഹഖി ആദമിയി ഫഹാദിഹി സലാസ. നബി റഹ്മത്തുള്ളാഹി പറയുന്നു, വഅയ്യുബറ മിൻ ഹഖി സാഹിബിഹാ. ഇനി മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ അവനോട് പൊരുത്തപ്പെടിവിക്കുക. ഇനി അവനക്ക് എന്തെങ്കിലും ബാധ്യതകൾ കൊടുത്തു വീട്ടാനുണ്ടെങ്കിൽ, ഹക്ക് ഇടപാടുകൾ കൊടുത്തു വീട്ടാനെങ്കിൽ അത് വീട്ടുക.
അതിലൂടെ മാത്രമാണ് പാപമോചനത്തിന്റെ തൗബയുടെ ഷർത്തുകൾ പൂർത്തീകരിച്ചുള്ള തൗബ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതിന് റമദാൻ കൊണ്ട് നമുക്ക് കഴിയണം. ഈ റമദാൻ, ഈ 10 അതിനു വേണ്ടി പടച്ചവൻ സജ്ജീകരിച്ചിട്ടുള്ളതാണ്, സംവിധാനിച്ചിട്ടുള്ളതാണ്. അല്ലാഹു തആല തൗബ തേടി, മഗ്ഫിറത്ത് നേടി, മർഹമത്ത് നേടി, ഇത്ഖും മിനന്നാർ നേടി റമദാനിന്റെ ഓരോ സെക്കൻഡുകളും അനുകൂലമായി സാക്ഷി പറകുന്ന മുഅ്മിനീങ്ങളിൽ പടച്ച റബ്ബ് നമ്മയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യരാകാൻ പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.